വെള്ളപ്പട്ടാണി കൊണ്ട് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം നോക്കാം. ചപ്പാത്തി, പൂരി ഇല്ലെങ്കിൽ റഗഡ പട്ടീസിനും ഇതേ ഗ്രേവി നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പ്രഷർ കുക്കറിൽ എണ്ണ ചൂടാക്കി അതിൽ ജീരകം പൊട്ടിക്കുക. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 2 സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റുക. സവാള ഒന്ന് ചെറിയ കളർ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. കായപ്പൊടി 1/4 ടീസ്പൂണ്, ജീരകപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, ബ്ലാക്ക് സോൾട്ട്, മല്ലിപ്പൊടിയും മുളക് പൊടിയും 1 ടീസ്പൂൺ. പൊടികൾ ഇടുമ്പോൾ ചെറിയ തീയിലായിരിക്കണം. എന്നിട്ട് അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർക്കുക. അപ്പോൾ മസാലയുടെ കളറും നമുക്ക് കിട്ടുകയും ചെയ്യും. അത് മസാല ഒരുപാട് മൂത്ത് പോകത്തുമില്ല. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എണ്ണയൊന്ന് തെളിയുന്നിടം വരെ ഒന്ന് വേവിക്കുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മസാലകൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ തക്കാളി ഇടുമ്പോഴും അതിൻ്റെ ചുറ്റും എണ്ണ തെളിയുന്നത് നമുക്ക് കാണാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 കിലോ വെള്ള പട്ടാണി ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ്. നന്നായിട്ട് കഴുകി ഇതിലേക്ക് ചേർക്കുക. അതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുക എന്ന് പറയുമ്പോൾ പട്ടാണിയുടെ ഒരു 2 ഇഞ്ച് മുകളിൽ വരെ വെള്ളം ചേർത്താൽ മതി. അതിൻ്റെ അളവ് കറക്റ്റ് അതാണ്. അപ്പം നമുക്ക് ഗ്രേവി ഒരുപാട് വെള്ളവും ആവത്തില്ല, ഒരുപാട് കട്ടിയും ആവത്തില്ല. എന്നിട്ട് കുക്കർ അടച്ച് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ 1-2 വിസിലും കൂടെ കൂട്ടി വേവിക്കുക. അത് നമ്മൾ തീ വയ്ക്കുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും. പ്രഷർ ഒന്ന് താഴ്ന്നു വരുമ്പോൾ പട്ടാണി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു മാഷർ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഗ്രേവിക്ക് ഒരു ചെറിയ കൊഴുപ്പും കിട്ടും, ഒരുപാട് വെള്ളവും പോലെ ആവത്തുമില്ല. എന്നിട്ട് അത് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു അര മണിക്കൂറോ 15 മിനിറ്റോ മാറ്റി വയ്ക്കുക. അടപ്പ് വെച്ച് അടച്ച് തന്നെ മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ആ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്നൊക്കെ കറി നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പം വിളമ്പാൻ നേരത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് കുറുകി കിട്ടിയ പട്ടാണിക്കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി ഇല്ലെങ്കിൽ റഗഡ പട്ടീസ് തയ്യാറാക്കാനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.